ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇയർ ഏപ്രിൽ 2022. ഇത് റെഗുലർ 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ്. അപ്പോൾ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ആയിരിക്കും ഈ സിലബസ് അഥവാ ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യുക. കാരണം എന്താ, ക്വസ്റ്റ്യൻ കോഡ് MTS 4C04 മാത്തമാറ്റിക്സ് 4 ആണ്. അപ്പോൾ 2019 ഓൺവേർഡ്സ് ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സെക്ഷൻ എ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ബി ആണ്. ഈ സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ. എന്താണ് 13th ക്വസ്റ്റ്യൻ പറയണേ? കൺസിഡർ ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y dash equal to 0.2xy, y of 1 equal to 1. Use the Euler's method to obtain the approximation to y of 1.5 using h equal to 0.1. അപ്പൊ എന്താണ്, Euler's method ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഫംഗ്ഷൻ തന്നിട്ട് y dash equal to 0.2xy ആണ്. ഞാൻ എന്ത് ചെയ്യാൻ ഇവിടെ അല്ലെ, y dash അതിനെ എന്ത് കൊടുക്കുകയാണ്, f of x, y എന്ന് പേര് കൊടുക്കുകയാണ്. ഈക്വൽ ടു എന്താണ്, 0.2xy. ഇനി y of 1 ഈക്വൽ ടു 1 ആണ് അല്ലെ. y of 1 ഈക്വൽ ടു, അപ്പൊ എന്താണ്, അതിന് x നോട്ട് ഈക്വൽ ടു 1, y നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. h നമുക്ക് തന്നിട്ടുണ്ട് 0.1. ഇനി നമ്മള് എന്താണ് 1.5 വരെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം x1 എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x നോട്ട് പ്ലസ് h ആണ് നമ്മളെ ആര് പറയുന്നത്, x1. അപ്പൊ x നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അതുകൂടി ആരെ ആഡ് ചെയ്ത്, 0.1 ആഡ് ചെയ്തു. അപ്പൊ 1.1. x2 എന്ന് പറഞ്ഞാൽ x1 കൂടി ആരെ ആഡ് ചെയ്യുക, h ആഡ് ചെയ്യുക. അപ്പൊ 1.1 പ്ലസ് 0.1 എത്രയാണ്, 1.2. അടുത്ത് x3 എന്ന് പറയുമ്പോൾ x2 പ്ലസ് h എത്രയാണ്, 1.2 പ്ലസ് 0.1 ഈക്വൽ ടു അല്ലെ 1. എത്രയാണ്, 3 ആണ്. അടുത്ത് x4 എന്ന് പറഞ്ഞാൽ x3 പ്ലസ് h ഈക്വൽ ടു 1.3 പ്ലസ് 0.1 ഈക്വൽ ടു 1.4. അടുത്തെന്താണ് x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അല്ലെ, x4 പ്ലസ് h ഈക്വൽ ടു എത്ര വരിക, 1.4 പ്ലസ് 0.1 ഈക്വൽ ടു 1.5 അല്ലെ. അതായത് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ x അല്ലെ y5 വരെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഊളർ മെത്തേഡ് നമുക്കറിയാം. എന്താണ് ജനറൽ ഫോർമാറ്റ്, yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് h ഇൻറ്റു f ഓഫ് xn കോമ yn ആണ്. n എന്ന് പറഞ്ഞാൽ 0 1 2 3 എക്സെട്ര കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ n ന്റെ സ്ഥാനത്ത് 0 1 2 3 കൊടുക്കുക, അതുവരെ ചെയ്തു പോകാനാണ്. അപ്പൊ നമുക്കിവിടെ അല്ലെ y5 വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആദ്യം 0 കൊടുക്കുമ്പോ എന്ത് കിട്ടും, y1 ആവും അല്ലെ. അപ്പൊ y1 ഈക്വൽ ടു y നോട്ട് പ്ലസ് h ഇൻറ്റു f ഓഫ് x നോട്ട് കോമ y നോട്ട് ഈക്വൽ ടു y നോട്ട് എന്ന് പറഞ്ഞാൽ 1, h എന്ന് പറഞ്ഞാൽ 0.1, f ഓഫ് 1 കോമ 1 നമുക്കറിയാം. f എന്ന് പറഞ്ഞാൽ f അല്ലെ f ഓഫ് x കോമ y എന്ന് പറഞ്ഞാൽ 0.2xy ആണ്. അതിലേക്ക് x ന്റെ സ്ഥാനത്ത് 1 ഉം y ന്റെ സ്ഥാനത്ത് 1 ഉം കൊടുക്കുക. അപ്പൊ 2 മൈനസ് 0.21 ഇൻറ്റു 1. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുക, ഇവിടെ 0.02 ആഡ് ചെയ്യുമ്പോ 1.02. അടുത്ത് y2 ഈക്വൽ ടു y1 പ്ലസ് h ഇൻറ്റു f ഓഫ് x1 കോമ y1 എന്ന് പറഞ്ഞാൽ 1.02, h ന് മാറ്റൊന്നുമില്ല 0.1, f ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 അല്ലെ, y1 എന്ന് പറഞ്ഞാൽ 1.02. ആ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് 0.1 ഇൻറ്റു 0.2 ഇൻറ്റു 1.1 ഇൻറ്റു 1.02. അപ്പൊ ഫുൾ ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലെ, 0.0224 ആഡ് ചെയ്യുക. അപ്പൊ എന്താ 1.0424. നമുക്ക് 4 ഡെസിമൽ പോയിന്റ്സ് മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യാം, 1.0424 ആയിട്ടാണ് ഇവിടെ ആര് വരിക, y2 വരിക. ഇനി എന്ത് ചെയ്യുക, y3 ചെയ്യുക.
അപ്പൊ y3 ചെയ്യാൻ പോവാണ്. y3 equal to y2 plus h into f of x2 comma y2. y2 എന്ന് പറഞ്ഞാൽ 1.04244 plus h into x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് x2 അല്ലെ? x2 എന്ന് പറഞ്ഞാൽ 1.2 ആണ്. ഇനി y2 എന്ന് പറഞ്ഞാൽ 1.04244 ഞാൻ ഒരു 4 കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈക്വൽ ടു 1.04244 പ്ലസ് h ന്റെ വാല്യൂ 0.1. ഇനി f ഓഫ് ഈ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ 0.2 ഇൻറ്റു 1.2 ഇൻറ്റു 1.04244 ഒക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. 44 പ്ലസ് അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 0.02501,856. ഇനി എന്ത് ചെയ്യാ ആഡ് ചെയ്യാ. അപ്പൊ എന്താ 1.06745,856. നമുക്ക് 4 ഡെസിമൽ പോയിന്റ്സ് മതി. അപ്പൊ ഞാൻ 1.067 ഇവിടെ 4 വരെ നിർത്താൻ. അപ്പൊ ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്തു 5 ആയി. ഓക്കെ, ഇനി അടുത്ത y4 എന്തായി? y4 ഈക്വൽ ടു എന്ത് വരും? y3 പ്ലസ് h ഇൻറ്റു f ഓഫ് x3 കോമ y3. y3 എന്ന് പറഞ്ഞാൽ 1.0675 പ്ലസ് h എന്ന് പറഞ്ഞാൽ 0.1 f ഓഫ് x3 എന്ന് പറയുമ്പോൾ 1.3 y3 എന്ന് 1.0675 ഫംഗ്ഷൻ വാല്യൂലേക്ക് ഇട്ട് കൊടുക്കുക. 1.0675 പ്ലസ് 0.1 ഇൻറ്റു 0.2 ഇൻറ്റു 1.3 ഇൻറ്റു 1.0675 ഈക്വൽ ടു 1.0675 പ്ലസ് ഇതൊക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.027755 ഈക്വൽ ടു 1.09522 അപ്പൊ ഒന്ന് റൗണ്ട് ചെയ്യുമ്പോൾ എന്താ 1.095. ഞാൻ ഇവിടെ 2 നിർത്തുമ്പോ അപ്പുറത്ത് 5 ആയതുകൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തു. എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ y4 നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ഇനി അടുത്തെന്താണ്? y5 കണ്ടെത്തുക. അപ്പൊ y5 ഈക്വൽ ടു എന്ത് വരും? y4 പ്ലസ് h ഇൻറ്റു f ഓഫ് x4 y അല്ലെ y4. അപ്പൊ y5 വരെ കണ്ടെത്തിയാൽ മതി. ഈക്വൽ ടു അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പാണ് 1.0953 പ്ലസ് 0.1 f ഓഫ് 1.0953 നേരെ ഫംഗ്ഷൻ വാല്യൂക്ക് ഇട്ട് കൊടുക്കുക. പ്ലസ് 0.1 ഇൻറ്റു 0.2 ഇൻറ്റു 1.4 ഇൻറ്റു 1.0953 അല്ലെ? അപ്പൊ ഒക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുക? പ്ലസ് എത്ര കിട്ടി? 0.030664 ഈക്വൽ ടു ഇപ്പൊ 1.125964 അല്ലെ? നമ്മള് 4 ഡിജിറ്റ് നമ്പേഴ്സ് അവിടെ റൗണ്ട് ചെയ്ത് നിർത്തി. ശരിക്കും ഇവിടെ നിർത്തിയാകുമ്പോൾ 6 ഇവിടെ ഞാൻ 6 കൂടിയും കൊടുക്കുക അല്ലെ? 6 പ്ലസ് 84 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ +1 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഇവിടെ 0 ആയി, ഇവിടെ 6. അപ്പൊ 1.1260 ആണ് ഇതിന്റെ y5 ആയിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത് അല്ലെ? 14th ക്വസ്റ്റ്യൻ. എന്താണ് 14th ക്വസ്റ്റ്യൻ പറയുന്നത്? വെരിഫൈ ദാറ്റ് y ഈക്വൽ ടു e raised to 3x cos 2x is an implicit solution of the differential equation y double dash minus 6y dash plus 3y equal to 0. അപ്പൊ ഇത് ചെയ്തിട്ട് ഇതിലേക്ക് എത്തിക്കണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 3x cos 2x ആണ്. അപ്പൊ ഇവിടെ y ഡബിൾ ഡാഷ് വരെയുണ്ട്. അപ്പൊ അതിനെ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്തു. അപ്പൊ എന്താവും? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലെ? ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് -2 ഇൻറ്റു sin 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 3 ഇൻറ്റു അല്ലെ e raised to 3x ഇൻറ്റു cos 2x. ഒന്ന് മാറ്റി എഴുതുമ്പോൾ എന്താവും? -2 ഇൻറ്റു e raised to 3x അല്ലെ sin 2x പ്ലസ് 3 ഇൻറ്റു e raised to 3x cos 2x. ഇതാണ് y ഡാഷ്. ഇനി y ഡബിൾ ഡാഷ് ഇതിനെ ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്താവും? 2 ഇൻറ്റു e raised to 3x ഇൻറ്റു 2 ഇൻറ്റു cos 2x അല്ലെ പ്ലസ് -2 ഇൻറ്റു 3 ഇനി ഇതിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താവും? 3 ഇൻറ്റു e raised to 3x sin 2x പ്ലസ് ഇതിനെ എന്ത് ചെയ്യാ? 3 ഇൻറ്റു e raised to 3x ഇൻറ്റു
cos 2x ഡെറിവേറ്റീവ് minus 2 sin 2x plus 3 into 3 അല്ലെ 3 into 3 e raised to 3x cos 2x equal to ഇവിടെ 2 into 2 minus 4 e raised to 3x cos 2x 3 into 2 6 e raised to എന്തായി 3x sin 2x 3 into 2 6 6 e raised to 3x എന്തായി sin 2x 3 into 3 9 എന്തായി അല്ല e raised to 3x cos 2x ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യാം ഇവിടെ നോക്കുക e raised to 3x ഉം cos 2x ഉം ഇവിടെ ഉണ്ട് 9 വരുന്നുണ്ട് അപ്പൊ രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 5ലേക്ക് മാറും ഇപ്പൊ എന്ത് കിട്ടും ഇവിടെ ഈക്വൽ ടു 5 e raised to 3x എന്തായി cos 2x അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക ആഡ് ചെയ്യുക അപ്പൊ മൈനസ് എന്തായി 12 e raised to 3x sin 2x ആയി മാറും ഇതിനെ ഒക്കെപ്പാട് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ എന്താവും y ഡബിൾ ഡാഷ് അല്ലെ മൈനസ് 5 e raised to 3x cos 2x അപ്പുറത്തെ മൈനസ് 12 ആണ് ഇങ്ങോട്ട് പ്ലസ് 12 e raised to 3x sin 2x equal to 0 ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ് ഒരു ആഡ് ചെയ്യാൻ പോവാണ് 13 e raised to 3x cos 2x നെ ആഡിഷൻ ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ y ഡാഷ് മൈനസ് 5 into e raised to 3x cos 2x പ്ലസ് 12 e raised to 3x sin 2x ഇനി ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്ന പറഞ്ഞത് എന്താണ് പ്ലസ് 13 e raised to 3x അല്ലെ cos 2x അതേപോലെ അതിനെ സബ്ട്രാക്ട് ചെയ്യാണ് മൈനസ് 13 e raised to 3x cos 2x ഈക്വൽ ടു 0 ഇനി ഇവിടെ നോക്കുക മൈനസ് 5 e raised to 3x cos 2x ഉണ്ട് അതേപോലെ ഇവിടെ മൈനസ് 13 ഉണ്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യാം അപ്പൊ എന്താവും y ഡബിൾ ഡാഷ് 5 പ്ലസ് 13 18 ആയി 18 e raised to 3x cos 2x പ്ലസ് 12 e raised to 3x sin 2x പ്ലസ് ഇവിടെ ആരുണ്ട് 13 e raised to 3x cos 2x equal to 0 നമ്മൾ എന്ത് ചെയ്യണം ഈ ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ 13 e raised to 3x cos 2x നെയും ആഡിഷൻ ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നോക്കുക തന്ന ഇക്വേഷനിലേക്ക് മൈനസ് 6 y ഡാഷ് ആണ് അപ്പൊ ആ ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട് y ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരൊക്കെ ഇവിടെ ഇതേ ഫോർമാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ ഇവിടെ 3 ഉണ്ട് ഇവിടെ മൈനസ് അപ്പൊ അതേപോലെ തന്നെ ഇതിനെന്ത് ചെയ്യാ അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക y ഡാഷിന് അവിടെ ഇവിടെ ഒരു മൈനസ് അല്ല പ്ലസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ പുറത്തൊരു മൈനസും ഉണ്ട് അപ്പൊ ഇവിടെ ഞാൻ കോമൺ ആയിട്ട് ഇവിടെ 6 ഉണ്ട് അതേപോലെ ഇവിടെ ഒരു 6 നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യും y ഡബിൾ ഡാഷ് മൈനസ് 6 ഇൻറ്റു അല്ലെ ഇവിടെ എന്താവും മൈനസ് 6 ഔട്ട് സൈഡ് അപ്പൊ 3 e raised to 3x cos 2x പിന്നെ ഇവിടെ എന്ത് വരിക നമുക്ക് അല്ലെ പ്ലസ് 2 ഇൻറ്റു e raised to 3x sin 2x പ്ലസ് ഇവിടെ ഒന്നും ചെയ്യേണ്ട അതേപോലെ എടുത്തെഴുതി 3x cos 2x equal to 0 അപ്പൊ y ഡബിൾ ഡാഷ് മൈനസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് അല്ലെ പ്ലസ് 12 നമ്മൾ മൈനസിന് ഔട്ട് സൈഡ് എടുത്തപ്പോൾ മൈനസ് ആയി ഇവിടെ വരും അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ മൈനസ് ആണ് ഔട്ട് സൈഡ് എടുത്തപ്പോൾ ഇവിടെ എന്താവും പ്ലസ് അത് മൈനസ് ആവും അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ ഈ ടേം നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് എന്തായാലും y ഡാഷ് ആണ് അപ്പൊ 6y ഡാഷ് പ്ലസ് 13 e raised to 3x plus cos 2x എന്ന് പറഞ്ഞാൽ ആരാണ് y ആണ് ഈക്വൽ ടു 0 അപ്പൊ തന്ന ഇക്വേഷൻ നമുക്ക് എത്തിയില്ലേ അപ്പൊ നമ്മൾ വെരിഫൈ ചെയ്യാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു വെരിഫൈ ചെയ്തു ക്ലിയർ ആയല്ലോ വെരിഫൈ ദ ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് പ്ലസ് 13y ഈക്വൽ ടു 0 ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 15th ക്വസ്റ്റ്യൻ എന്താണ് 15th ക്വസ്റ്റ്യൻ solve y double dash plus 4y equal to 0 y of 0 equal to 3 y of pi by 2 equal to minus 3 അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ ഇവിടെ y ഡാഷ് വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ എന്ത് നമുക്ക് മാറ്റി എഴുതാം y double dash plus 4y equal to 0 y of 0 equal to 3 y dash pi by 2 equal to എന്ത് കൊടുക്കുക minus 3 കൊടുക്കുക അപ്പൊ ഇക്വേഷൻ ആ ക്വസ്റ്റ്യൻ ടൈപ്പിൽ മിസ്റ്റേക്ക് ഉണ്ട് y ഡാഷ് എന്ന് കൊടുക്കണം
അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് തന്ന ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ ഈക്വൽ ടു -4, ലാംഡ ഈക്വൽ ടു √-4 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 2i ആണ്. ആണല്ലോ. അപ്പൊ ആൽഫ നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റയാണ് എഴുതാറുള്ളത്. ഇവിടെ ആൽഫന്റെ സ്ഥാനത്ത് എന്തായി 0 ആയി, ബീറ്റിന്റെ സ്ഥാനത്ത് എന്തായി 2 ആയി. അപ്പൊ നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 cos ബീറ്റ എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ ബീറ്റ എക്സ് ആണ്. ഇനി ആൽഫക്ക് ഇവിടെ വാല്യൂ എന്താണ് 0 ആണ്, എക്സ്. c1 ഇൻറ്റു കോസ് 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x അല്ലെ. അപ്പൊ e റൈസ് ടു ഇവിടെ എന്താണ് e റൈസ് ടു 0x എന്ന് പറഞ്ഞാൽ e റൈസ് ടു 0 1. അപ്പൊ എന്താ കാര്യമുള്ളൂ, c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x. ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ ആയിട്ട് വന്നത്. നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കാണാം y ഡാഷിന്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താവും, -2 ഇൻറ്റു c1 സൈൻ 2x 2 ഇൻറ്റു c2 cos 2x ആണ് നമ്മൾ y ഡാഷ്. നമ്മൾ അല്ലെ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയ y ഓഫ് 0 ഈക്വൽ ടു 3 ആണ് ചെയ്യാൻ പോകുന്നത് അല്ലെ. സാധാരണ ഡെറിവേറ്റീവ് ഇവിടെ ചെയ്തു എന്നുള്ളൂ. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ് വരുന്നത്, -2 ഇൻറ്റു c1 സൈൻ 2x ഉം ഇവിടെ എന്താണ് cos 2x ആണ് വരിക. ഇനി ഇവിടെ y എന്ന് നമുക്ക് ഫംഗ്ഷൻ അറിയാം. എന്താണ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, y ഈക്വൽ ടു c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 0, വൈന്റെ സ്ഥാനത്ത് എന്താണ് 3 ആണ്. അപ്പൊ 3 ഈക്വൽ ടു c1 ഇൻറ്റു കോസ് 2 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻറ്റു 2 ഇൻറ്റു 0. ഇവിടെ എന്തായി c1 ഇൻറ്റു കോസ് 0 പ്ലസ് c2 ഇൻറ്റു സൈൻ 0. നമുക്കറിയാം കോസ് 0 1 ഉം സൈൻ 0 0 ആണ്. അപ്പൊ എന്തായിട്ട് അല്ലെ c1 ഇൻറ്റു 1 പ്ലസ് c2 ഇൻറ്റു 0. അപ്പൊ c1 ഈക്വൽ ടു 3. ഇനി അടുത്ത നമ്മൾ ഇവിടെ തെറ്റെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഇവിടെ y ഓഫ് π/2 ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും എന്തിട്ടുള്ളൂ, c1 ഈക്വൽ ടു 3 എന്ന് വീണ്ടും കിട്ടുള്ളൂ, c2 ന്റെ വാല്യൂ കിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ തെറ്റെന്ന് പറയുക. അപ്പൊ എന്താണ് y ഡാഷ് ഓഫ് π/2 ഈക്വൽ ടു എന്താണ് ഇവിടെ -3 ആണ്. അപ്പൊ y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് -2c1 സൈൻ 2x പ്ലസ് 2 ഇൻറ്റു c2 അല്ലെ എന്തായിരുന്നു കോസ് 2x ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുന്നത് അല്ലെ, എക്സിന്റെ സ്ഥാനത്ത് π/2 ഉം വൈന്റെ സ്ഥാനത്ത് -3. അപ്പൊ -3 ഈക്വൽ ടു -2c1 ഇൻറ്റു സൈൻ ഇൻറ്റു 2 ഇൻറ്റു π/2 പ്ലസ് 2 ഇൻറ്റു c2 ഇൻറ്റു കോസ് 2 ഇൻറ്റു π/2. ഈ 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്തായി -2c1 ഇൻറ്റു സൈൻ പൈ പ്ലസ് 2c2 ഇൻറ്റു കോസ് പൈ. നമുക്കറിയാം സൈൻ n പൈ ആൾവേസ് 0 ഉം കോസ് n പൈ -1 റൈസ് ടു n ആണ്. അപ്പൊ ഇവിടെ എന്തായി ഈ ടേം 0 ആയി, ഇവിടെ n ന്റെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്. അപ്പൊ എന്താവും -2c1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു c2 ഇൻറ്റു അല്ലെ -1 റൈസ് ടു 1. അപ്പൊ -3 ഈക്വൽ ടു 2 ഇൻറ്റു c2 ഇൻറ്റു മൈനസ് ക്യാൻസൽ ആയി പോയി. അപ്പൊ 2c2 ഈക്വൽ ടു 3, c2 ഈക്വൽ ടു എന്ത് കിട്ടി 3/2 ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എഴുതാം. therefore the general solution is എന്താണ് y ഈക്വൽ ടു c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x ആണ്. c1 ന്റെ വാല്യൂ ഇവിടെ എത്രയാണ് 3 ആണ്. അപ്പൊ 3 cos 2x പ്ലസ് c2 ന്റെ വാല്യൂ എത്ര 3/2 സൈൻ 2x ആണ് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. അത് ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു c1 cos 2x പ്ലസ് c2 ഇൻറ്റു സൈൻ 2x ആണ് ഇതിന്റെ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിരുന്നു, c1 ന്റെ വാല്യൂ 3 ഉം c2 ന്റെ വാല്യൂ 3/2 ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ. എന്താണ് 16th ക്വസ്റ്റ്യൻ പറയണേ, find the general solution of the differential equation y double dash minus 2y dash plus y equal to x raised to minus 3 e raised to x using the method of variation of parameters. അപ്പൊ method of variation of parameters ഉപയോഗിച്ചാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, y double dash plus p of x y dash plus q of x y equal to r of x. അപ്പൊ y double dash ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്തായിരിക്കണം 1 ആയിരിക്കണം. അത് ഇവിടെ ശരി തന്നെയല്ലേ, അത് ശരിയാണ്.
അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷന്റെ ജനറൽ സൊല്യൂഷൻ അല്ലെ തമ്മിൽ ആഡ് ചെയ്താലാണ് നമ്മുടെ ടോട്ടൽ ജനറൽ സൊല്യൂഷൻ. ഇനി ഇവിടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ YP കണ്ടെത്തുന്ന മെത്തേഡാണ് നമ്മുടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് y1 ഓഫ് എക്സ് ഇന്റഗ്രൽ y2 ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 ഇൻറ്റു dx പ്ലസ് y2 of x integral y1 of x r of x divided by Wronskian of y1 y2 dx. അപ്പൊ നമുക്ക് ഇതാണ് ചെയ്ത് നോക്കുക, നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി എഴുതുക, അതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തുക, അതിൽ നിന്ന് y1 ഉം y2 ഉം കണ്ടെത്തണം. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് അല്ലെ? y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ ആയി. ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആരാണ്? ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ഇതെന്തായി? ലാംഡ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. ലാംഡ ഈക്വൽ ടു പ്ലസ് 1 എന്ന രീതി അല്ലെ. അപ്പൊ റിപ്പീറ്റഡ് റൂട്ട് ആണ്. അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അല്ലെ c1 പ്ലസ് c2 എക്സ് ഇ റൈസ് ടു ലാംഡ എക്സ് ആണ് ഈക്വൽ ടു, ഇവിടെ ലാംഡയുടെ സ്ഥാനത്ത് ആരാണ്? അല്ലെ 1. അപ്പൊ ഇ റൈസ് ടു എക്സ് ആയി. അപ്പൊ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. c1 ഇ റൈസ് ടു എക്സ് പ്ലസ് c2 എക്സ് ഇ റൈസ് ടു എക്സ് ആണ്. ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ y1 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ്, y2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇനി ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 ഇ റൈസ് ടു എക്സ്. അപ്പൊ നിനക്ക് വേണ്ട കാര്യങ്ങളായി. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ അറിയാം അല്ലെ? yp ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് y1 ഓഫ് എക്സ് ഇന്റഗ്രൽ y2 ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 dx പ്ലസ് y2 ഓഫ് എക്സ് ഇന്റഗ്രൽ y1 ഓഫ് എക്സ് ആർ ഓഫ് എക്സ് റോൺസ്കിയൻ ഓഫ് y1 y2. നമ്മൾ ഇനി ആരെ കണ്ടിരിക്കേണ്ടുള്ളൂ? ഫസ്റ്റ് നമ്മൾ ഇതിനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? അല്ലെ റോൺസ്കിയൻ ഓഫ് y1 y2 ഉണ്ട്. അപ്പൊ റോൺസ്കിയൻ ഓഫ് y1 y2 എന്ന് പറഞ്ഞാൽ y1 ഇവിടെ y2 ഇടുക, ഇതിന്റെ ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ആണ്, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഈക്വൽ ടു y1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇ റൈസ് ടു എക്സ് ആണ്, എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ? എക്സ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇ റൈസ് ടു എക്സ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2x പ്ലസ് ഇ റൈസ് ടു 2x മൈനസ് അല്ല എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2x. അപ്പൊ ഇ റൈസ് ടു 2x വെട്ടിപ്പോയി, ഇതും എന്തായി? ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുള്ളൂ? ഇ റൈസ് ടു 2x ആയി മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? y2 ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ആണ്. അപ്പൊ y2 ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ്. അപ്പൊ y2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം y2 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്. ആർ ഓഫ് എക്സ് നമ്മുടെ മൈനസ് എക്സ് ക്യൂബ് ബൈ ഇ റൈസ് ടു എന്താണ്? എക്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് റൈസ് ടു മൈനസ് 2 ഇ റൈസ് ടു 2x. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? റോൺസ്കിയൻ കൊണ്ട് എന്ത് ചെയ്യാ? ഡിവിഷൻ നടത്തുക. അപ്പൊ y2 ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 ആണ്. അപ്പൊ എക്സ് മൈനസ് 2 ഇ റൈസ് ടു 2x. റോൺസ്കിയൻ എന്താണ് ഇവിടെ കിട്ടിയത് നമുക്ക്? ഇ റൈസ് ടു 2x ആണ്. അപ്പൊ ഇ റൈസ് ടു 2x ഉം 2x ഉം ക്യാൻസൽ ആയിപ്പോയി. മൈനസ് 2 അഥവാ 1 ബൈ എക്സ് സ്ക്വയർ ആണ് ആര് വരുന്നത്? നമ്മളെ y2 ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 വരുന്നത് അല്ലെ. ഇനി അതിന്റെ ഇന്റഗ്രേഷൻ കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പൊ എന്താ? y2 ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 ഇൻറ്റു dx. അപ്പൊ ഇന്റഗ്രൽ എക്സ് റൈസ് ടു മൈനസ് 2 dx ആണ്. അപ്പൊ മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 1 എക്സ് റൈസ് ടു മൈനസ് 1 എന്ന രീതിയിലേക്ക് വന്നു, ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തെന്താ നമുക്കുള്ളത് അല്ലെ? y1 ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ആണുള്ളത്. x1 അല്ലെ y1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ്. ഇനി ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു മൈനസ് 3 എന്താണ്? ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു, അപ്പൊ എക്സ് റൈസ് ടു മൈനസ് 3 ഇ റൈസ് ടു 2x. അടുത്തെന്താ? y1 ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 ആണ്.
equal to ഇതെന്താവും x minus 3 e raised to 2x Wronskian എന്ന് പറഞ്ഞാൽ e raised to 2x. അപ്പൊ x raised to minus 3 ആണ്. എന്ത് ചെയ്യാ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ എന്തായി y1 of x into r of x divided by Wronskian of y1 comma y2 into dx equal to x raised to അതിനെ എന്താണ് x raised to minus 3 dx equal to integrate by x raised to minus 3 plus 1 divided by minus 3 plus 1 equal to x raised to minus 2 divided by minus 2 equal to എന്തായി minus 1 by 2x square ആണ് നമുക്ക് എന്ത് കിട്ടിയത് ഇത് രണ്ടിന്റെയും വാല്യൂ കിട്ടിയത്. ഇനി നേരെ yp of x ലേക്ക് എന്ത് ചെയ്യാ അല്ലെ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എന്ത് വരും നമുക്ക് അല്ലെ y equal to minus y1 of x എന്ന് പറയുമ്പോൾ നമുക്ക് e raised to x ആണ്. ഇതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത് minus 1 by x ആണ്. പ്ലസ് y2 of x എന്ന് പറഞ്ഞാൽ നമുക്ക് x into e raised to x ആണ്. ഇതിന് ഇന്റഗ്രേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ minus 1 by 2x square ആണ് ഇതിന്റെ എന്ത് വരുന്നത് ഇന്റഗ്രേഷൻ വാല്യൂ ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആയി e raised to x divided by x പ്ലസ് ഇവിടുത്തെ x ഇവിടുത്തെ എക്സും വെട്ടിപ്പോയി അപ്പൊ പിന്നെ മൈനസ് വന്നു ഇപ്പൊ എന്തായി e raised to x divided by എന്താവും 2 by x ആയി അല്ലെ x വെട്ടിയപ്പോ 1 by 2x ആയി. അപ്പൊ എന്ത് ചെയ്യാ സബ്ട്രാക്ട് ചെയ്യാം അല്ലെ ഒരേപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് e raised to x by x ഒന്ന് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1 minus 1 by 2 എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വീണ്ടും എന്തായി e raised to x by 2x എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ e raised to x divided by 2x ആണ് ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയി വന്നത്. അപ്പൊ നമുക്ക് പറയാം ജനറൽ സൊല്യൂഷൻ y equal to ഹോമോജീനിയസ് ജനറൽ സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ. അപ്പൊ ഇതെന്താണ് c1 e raised to x പ്ലസ് c2x e raised to x പ്ലസ് e raised to x by 2x ആണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ആയി വന്നത്. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചത് നമ്മൾ ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ. എന്താണ് 17th ക്വസ്റ്റ്യൻ? Find the Laplace transform of periodic function f of t shown in the figure. അപ്പൊ ഇതെന്താണ് സ്ക്വയർ വേവ് ആണ് നമ്മൾ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് സ്ക്വയർ വേവ് ആണ് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത് ഫംഗ്ഷൻ f of t is called square wave. It has the period t equal to 2 for 0 less than t less than 2 അല്ലെ. അപ്പൊ നമുക്ക് f of t അല്ലെങ്കിൽ f of t എങ്ങനെ ഡിഫൈൻ ചെയ്യാം 0 less than t less than 1 0 1 less than or t less than 2 ആണ് നമുക്ക് ഇവിടെ f of t ആക്കി ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഏത് തിയറം ഉപയോഗിക്കണം നമ്മൾ തൊട്ട് മുമ്പ് അല്ലെ ഇതിന് സെക്ഷൻ തുടങ്ങുമ്പോൾ ഒരു തിയറം ഉണ്ടായിരുന്നു നമ്മൾ എന്ത് തിയറം ആയിരുന്നു നമുക്ക് അല്ലെ ഇത് തിയറം ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. കാരണം അല്ലെ അപ്പൊ എന്താ പറയുക ഔട്ട്സൈഡ് ദി ഇന്റർവെൽ ബൈ f of t plus 2 equal to f of t പീരിയോഡിക് ആയതുകൊണ്ടാണ് f of t ഇവിടെ tക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് പീരിയോഡിക് അല്ലെ f of t plus capital T എന്ന് പറഞ്ഞാൽ f of t ആണ്. tക്ക് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് ഏതാണ് 2 ആയതുകൊണ്ട് അവിടെ f of t plus 2 എന്ന് പറഞ്ഞാൽ f of t ആണ്. അപ്പൊ തിയറം എന്താണ് തിയറം ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി പീരിയോഡിക് ഫംഗ്ഷൻ അല്ലെ. നമ്മൾ ഈ പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. അതിന്റെ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ പ്രൂഫ് ചെയ്യാൻ അല്ലെ. അതെന്തായിരുന്നു പീരിയോഡിക് ഫംഗ്ഷന്റെ ഇതേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത് 2023 ഏപ്രിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ റെഗുലറായി ചോദിച്ചതാണ്. അപ്പൊ അവിടെ ഇത് ചോദിച്ചിട്ട് ഇതിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഈ സാധനം ഇക്വേഷൻ ഒന്ന് എടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ എന്തുണ്ട് നമുക്ക് ടീന്റെ വാല്യൂ ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് എടുത്തിട്ടുണ്ട് t2 എടുത്തിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു 1 by 1 minus e raised to minus 2s ഇന്റഗ്രൽ 0 to t അല്ലെ ഇന്റഗ്രൽ ടിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു e raised to minus st into f of t dt. ഈ ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഇല്ലെ. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഈക്വൽ ടു 1 by 1 minus e raised to minus 2s അല്ലെ. നമുക്കറിയാം ലിമിറ്റ് എങ്ങനെ പോയിട്ടുള്ളത് നമുക്ക് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് അല്ലെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ 0 മുതൽ 1 വരെയും 1 മുതൽ 2 വരെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം മാറ്റി എഴുതുക. അപ്പൊ ഇന്റഗ്രൽ 0 to 1 e raised to minus t f of t dt plus integral 1 to 2 e raised to minus t f of t dt.
ഈക്വൽ ടു 1 by നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റം വരും. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എങ്ങനെയാണ് 1 മൈനസ് ഇ റൈസ് ടു എസ് അല്ലെ മൈനസ് എസ് ഹോൾ സ്ക്വയർ എന്ന രീതിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ 1 എങ്ങനെ എഴുതാ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതേ ഫോം ആയില്ലേ. അപ്പൊ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് എന്ന രീതിയിൽ എങ്ങനെ എഴുതാം. 1 മൈനസ് ഇ റൈസ് ടു 2എസിനെ എങ്ങനെ എഴുതാം. 1 മൈനസ് ഇ റൈസ് ടു എസ് ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. അപ്പൊ അതിനെ രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതാണെങ്കിൽ എന്താ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു എസ്. ഇനി 0 to 1 ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. 0 to 1 എഫ് ഓഫ് ടിന്റെ വാല്യൂ എത്രയാണ് 1 ആണ് അല്ലെ. അപ്പൊ നേരെ വാല്യൂ 1 ഡി ടി പ്ലസ് ഇന്റഗ്രൽ 1 to t ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തം എന്തായി നമുക്ക് 0 ആയി. അപ്പൊ ഇതിനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ 1 by 1 plus e raised to minus s into 1 minus e raised to minus s into ഇതിനെ e raised to minus അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus t divided by minus s ഇന്റഗ്രൽ 0 അല്ലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കിട്ടും. അപ്പൊ 0 to 1. ഇനി എന്ത് ചെയ്യുക അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന അതേപോലെ എടുത്ത് എഴുതി എന്താ ചെയ്യുക അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും അല്ലെ e raised to minus s ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണ് ഈക്വൽ ടു 1 by 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് അല്ലെ. അപ്പൊ ആ മൈനസിന് ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഇനി മൈനസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും ഈക്വൽ ടു 1 by എന്തെന്നു അല്ലെ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇവിടെ എന്തായി അല്ലെ മൈനസിനെ ഫസ്റ്റ് എഴുതുമ്പോ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ്. അപ്പൊ ഇവിടുത്തെ ഈ ടേമും ഈ ടേമും എന്തായി ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി എന്തേ കിട്ടുന്നുള്ളൂ നമുക്ക് ഇവിടെ 1 by എസ് ഇൻറ്റു എന്തായി 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് എന്ന വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇവിടെ അല്ലെ നമ്മൾ ഈ നേരെ ഈ ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ തിയറത്തിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ടീന്റെ വാല്യൂ 2 നേരെ കൊടുത്തു വാല്യൂസ് അപ്ലൈ ചെയ്തു. പിന്നെ ഇവിടെ ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റി 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസും ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് അതാണ് അല്ലെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്ത് പിന്നെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിംപ്ലിഫൈ ചെയ്ത് അല്ലെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക് രണ്ടോട് ക്യാൻസൽ ആയി പോയി. 1 by s ഇൻറ്റു 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് എന്ന രീതിയിലേക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 18th ക്വസ്റ്റ്യൻ. എന്താണ് 18th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഷോ ദാറ്റ് സെറ്റ് 1, cos x cos 2x etc is the orthogonal on the interval minus pi, pi. Find the norm each function in the set. അപ്പൊ ഇത് ഓർത്തോഗണൽ ആണോ ചെക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ ചെയ്യുക. അത് വാല്യൂ എന്തായിരിക്കണം 0 ആയിരിക്കും അല്ലെ. രണ്ട് ഫംഗ്ഷൻ f1, f2 ഓർത്തോഗണൽ ആണെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നിട്ട് അതെന്താവും 0 ആവുമ്പോഴാണ് ഓർത്തോഗണൽ എന്ന് പറയുന്നത്. ഇനി അതിനെ നോം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇതിനെ ഫസ്റ്റ് നോം കണ്ടുപിടിക്കുക അല്ലെ. അതേപോലെ നോം 2 കണ്ടുപിടിക്കുക. നോം 2 പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക നോം സ്ക്വയർ ഈക്വൽ ടു കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ നോം എന്ന് പറയുന്നത് അല്ല. വീണ്ടും ഇന്റഗ്രേഷൻ ആണ്. ഇത് എത്രയാണോ ലിമിറ്റ് എന്ന് ആ ഇന്റഗ്രേറ്റ് ചെയ്യുക അതായിരിക്കും അതിന്റെ വാല്യൂ ആയിരിക്കും നമ്മൾ നോം സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ തന്ന ഫംഗ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ലെറ്റ് phi naught of x equal to 1 അതുപോലെ n of x equal to എന്താണ് cos nx. ഇനി എന്ത് ചെയ്യാണ് phi naught phi n സെലക്ട് ചെയ്തു. അപ്പൊ എന്താവും ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ അല്ലെ ഇന്റഗ്രേഷൻ ലിമിറ്റ് മൈനസ് പൈ ടു പൈ ആണ്. phi naught of x into phi n of x dx equal to minus pi to pi 1 into അല്ലെ phi naught of x ആണ് എന്താണ് 1 ആണ്. അടുത്തെന്താണ് cos nx ആണ്. അപ്പൊ എന്ത് ചെയ്യാ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആരുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി cos nx dx ഉമായിട്ട് എന്ത് ചെയ്യാ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും sin nx divided by n minus pi to pi. ആ 1 by n ഞാൻ ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്താവും sin nx minus pi to pi.
ഈക്വൽ ടു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. ഞാൻ അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്തു, ഇനി ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഈക്വൽ ടു 1/n ഇൻറ്റു സൈൻ എൻ പൈ, ഈ മൈനസ് കൊണ്ട് വരും അല്ല, ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് പ്ലസ് സൈൻ എൻ പൈ ആയി. നമുക്കറിയാം സൈൻ എൻ പൈ ആൾവേസ് 0 ആണ്, പ്ലസ് 0 ആയി അല്ലെ. അപ്പൊ എന്തായി 1/n ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇവിടെ n എന്താകില്ല 0 ആകില്ല, ബാക്കി ഇവിടെ ഈ ടേം 0 ആയതുകൊണ്ട് മാത്രമാണ് മൊത്തം 0 ആയത്. അപ്പൊ n നോട്ട് ഈക്വൽ ടു 0. അപ്പൊ 1/n ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ എമ്മും അല്ലെ എന്നും എന്തല്ല ഈക്വൽ അല്ല എന്ന് എടുക്കുകയാണ്. അപ്പൊ ഫൈ ഓഫ് എം ഓഫ് എക്സ് കോമ ഫൈ ഓഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ, ഇവിടെ എന്തായി അല്ലെ ഫൈ എം ഓഫ് എക്സ് ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ, ഇവിടെ എന്തായി കോസ് എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഒരു റിസൾട്ട് അറിയാം, 2 cos a cos b equal to cos a plus b plus cos a minus b. നമുക്കറിയാം cos a into cos b ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ 1/2 into cos a plus b plus cos a minus b ആക്കിയത്. ഇവിടെ a ന്റെ സ്ഥാനത്ത് m, b ന്റെ സ്ഥാനത്ത് അല്ല എം എക്സ് കൊടുക്കാം, b ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം എൻ എക്സ്, അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പൊ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്തായി അല്ലെ കോസ് എം പ്ലസ് എൻ എക്സ് പ്ലസ് കോസ് എം മൈനസ് എൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാ, ഇതിനെന്ത് ചെയ്യാ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ കോസിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ആയി, സൈൻ എം എൻ എക്സ് ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ പ്ലസ് എന്താണ് സൈൻ എം മൈനസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ, ഇവിടെ എന്തായി മൈനസ് പൈ ടു പൈ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ എം മൈനസ് ആണ് മൈനസ്, ഇനി എന്ത് ചെയ്യാം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പൊ സൈൻ ഓഫ് എം പ്ലസ് എൻ പൈ by m plus n plus n sin of m minus n into pi by m minus n minus of അടുത്ത എന്താണ് sin m plus n minus pi divided by m plus n plus sin of m minus n into minus pi by m minus n. ഇവിടെ നോക്കുക എമ്മിന്റെ എൻ പൈ എന്ന രീതിയിൽ, അപ്പൊ എമ്മും എന്നും ഒരു നമ്പേഴ്സ് ആണ്. അപ്പൊ വീണ്ടും എന്താ ഇത് 0 ആണ്, ഇതും 0 ആണ്, ഇതും 0 ആണ്, ഇതും 0. അപ്പൊ 1/2 ഇൻറ്റു 0 ഈക്വൽ ടു എന്തായി ടോട്ടൽ ഇത് 0 ആയി മാറി. അപ്പൊ എന്ത് പറയാം നമുക്ക്, ഹെൻസ് 1 cos x cos 2x etc ഈസ് ഓർത്തോഗണൽ അല്ലെ ഓർത്തോഗണൽ on the interval, ഏതിലാണ് ഇന്റർവെൽ മൈനസ് പൈ കോമ പൈ. അപ്പൊ ഇതാണ് നമ്മളെ എന്ത് വരുന്നത് ഇന്റഗ്രേഷന്റെ വാല്യൂ അല്ലെ, ഓർത്തോഗണൽ ആണ് നമുക്ക് കണ്ടത്. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നോംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഫൈ ഓഫ് നോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഫൈ ഓഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ആക്കിയിട്ട് നമുക്കുണ്ട് കോസ് എൻ എക്സ് ആക്കി എടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടൈമിന് എക്സ് നോട്ട്, ബാക്കിയൊക്കെ ജനറൽ ആയിട്ട് എന്തെടുത്തു കോസ് എൻ എക്സ് ആക്കി എടുത്തു. അപ്പൊ ഫസ്റ്റ് നോം എന്താക്കി എടുത്തു, നോം ഓഫ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ നോട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്, മൈനസ് പൈ ടു പൈ 1 സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഡി എക്സ് 1. അപ്പൊ എന്താവും എക്സ് മൈനസ് പൈ ടു പൈ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും കഴിഞ്ഞു അല്ലെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മൈനസ് മൈനസ് പൈ ഇട്ടും ഈക്വൽ ടു പൈ പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2π. അപ്പൊ നോം ഓഫ് എക്സ് നോട്ട് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, റൂട്ട് ഓഫ് 2π ആണ് വന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമുക്ക് അല്ലെ, നോം ഓഫ് ഐ എൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് പൈ ടു പൈ അല്ലെ ഫൈ എൻ ഓഫ് അല്ലെ എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പൊ മൈനസ് പൈ ടു പൈ
ഇതിന്റെ ഇവിടെ നമുക്കറിയാം ഇവിടെ കോസ് ആണ്, കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇതിനൊന്ന് മാറ്റി എഴുതാൻ പറ്റും. 1 പ്ലസ് കോസ് 2 എൻ എക്സ് ഡിവൈഡഡ് ബൈ 2 ഡി എക്സിലേക്ക് മാറ്റിയതാ. കോസ് സ്ക്വയർ എൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2 എൻ എക്സ് ഡിവൈഡഡ് ബൈ 2. ആ 2 ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ഇനി എന്ത് ചെയ്യാ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് പൈ ടു പൈ 1 പ്ലസ് കോസ് 2 എൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി എന്ത് ചെയ്യാ അപ്ലൈ ചെയ്യാം ഇന്റഗ്രേഷൻ അല്ലെ. ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ഇവിടെ വരും അല്ലെ. അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് പൈ ടു പൈ പ്ലസ് കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2nx ഡിവൈഡഡ് ബൈ 2n മൈനസ് പൈ ടു പൈ ഈക്വൽ ടു 1/2 ഇൻറ്റു എന്തായി അല്ലെ. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ മൈനസ് മൈനസ് പൈ പ്ലസ് ഞാൻ 1/2n ഔട്ട് സൈഡ് ഇട്ടിട്ടാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. സൈൻ ഓഫ് 2n പൈ മൈനസ് ഓഫ് സൈൻ 2n മൈനസ് പൈ. നമുക്കറിയാം സൈൻ എൻ പൈ അല്ലെങ്കിൽ 2 പൈ ഒക്കെ എന്താണ് 0. അപ്പൊ ഈ ടേം 0 ആയി, ഈ ടേമും 0 ആയി. അപ്പൊ എന്ത് കിട്ടി 1/2 ഇൻറ്റു പൈ പ്ലസ് പൈ പ്ലസ് ഇതെന്തായി 1/2n ഇൻറ്റു 0യിലേക്ക് വന്നു ഈക്വൽ ടു 1/2 ഇൻറ്റു 2 പൈ ഈക്വൽ ടു പൈ. അപ്പൊ എന്ത് കിട്ടി നോം ഓഫ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് പൈ ആണ് ഇതിന്റെ വാല്യൂ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോം കണ്ടുപിടിക്കുന്ന രീതിയോ അതേപോലെ ഓർത്തോ നോർമൽ പറയുന്ന ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 19th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഫൈൻഡ് ദി പ്രൊഡക്റ്റ് സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് യുവിനെ എന്താക്കി എടുത്തു എക്സ് കോമ വൈ ആക്കി എടുത്തു. അപ്പൊ എന്താവും ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് വൈ ആയി. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ഡാഷ് വൈ. അതേപോലെ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഡാഷ് ആണ്. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഡബിൾ ഡാഷിലേക്ക് വന്നു. ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇപ്പൊ എക്സ് സ്ക്വയർ ഇവിടെ എന്തായി എക്സ് ഡബിൾ ഡാഷ് വൈ പ്ലസ് ഇവിടെ എന്തായി അല്ലെ എക്സ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് വന്നു. ഇനി എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് വൈ. ശരിയല്ലേ? ഇനി ഇതിന് വൈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, എക്സ് ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ എക്സ് സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് വൈ ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ വൈ. ഇവിടുത്തെ എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോയി. അപ്പൊ എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു വൈ ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ വൈ എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഫൈനലായിട്ട് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് വൈ ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു ഇതിന് എന്ത് കൊടുത്തു ഞാൻ ഒരു ലാംഡ കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി നമുക്ക് എക്സിന്റെ വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു ലാംഡ ഓർ അല്ലെങ്കിൽ മൈനസ് വൈ ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു ലാംഡ. ഇനി ലാംഡ എന്തൊക്കെ പോസിബിൾ ആകാം? ഒന്ന് 0 ആകാം, ലെസ് ദാൻ 0 ആകാം, ഗ്രേറ്റർ ദാൻ എന്താകാം 0 ആകാം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എക്സ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു ലാംഡ ഓർ മൈനസ് വൈ അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ എന്ന രീതിയിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കേസ് 1 സെലക്ട് ചെയ്യാൻ പോവാണ്. കേസ് 1 എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 0. അപ്പൊ എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 0 എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0. ഇവിടെ എന്താവും വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 0, കാരണം ലാംഡ ഇൻറ്റു 0 എനി ടൈം 0 ആണ് അല്ലെ. അപ്പൊ ഇത് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു എന്തായി വൈ അങ്ങോട്ട് കൊണ്ടായി 0 ആയി. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെ വൈ ഡെറിവേറ്റീവ് ഒന്ന് മാറ്റുമ്പോൾ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1x ആയി. അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും c2 എന്നൊരു കോൺസ്റ്റന്റിലേക്ക് ഇട്ടു. ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1 എന്നിട്ടു, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c1x പ്ലസ് എന്തായി y x2 എന്ന രീതിയിലേക്ക് വരും. അപ്പൊ ഇത് എന്താട്ടി x ഈക്വൽ ടു എന്ന രീതിയിലേക്ക് വരും. ഇനി ഇതിനെ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി ഞാൻ c3 കൊടുത്തു. അടുത്ത ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും ഒരു എക്സ് പ്ലസ് അടുത്തൊരു കോൺസ്റ്റന്റ് ഇട്ടു y4 എന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ u ഈക്വൽ ടു എക്സ് വൈ ആണ് നമുക്ക്.
അപ്പൊ യും എക്സും കിട്ടി. എത്ര കിട്ടി അല്ലെ? C1x പ്ലസ് C2 ഇൻറ്റു അടുത്തെന്താണ് C3x, സോറി ഇവിടെ എക്സ് അല്ല, ഇവിടെ എന്താണ് y ആണ്, y അല്ലെ, y പ്ലസ് C4 ആയി. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും അല്ലെ? യു ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ? C1 C3 xy, C1 C4 x, C2 C3 y, C2 C4. ഇത് ഞാൻ a എക്സ് വൈ കൊടുത്തു പ്ലസ് ബി എക്സ് എന്ന് കൊടുത്തു, ഇവിടെ സി വൈ കൊടുത്തു, ഇതിന് d എന്ന് കൊടുത്തു. ഇതാണ് നമ്മളെ u എന്ന ഫംഗ്ഷൻ. അപ്പൊ വേറെ a ഈക്വൽ ടു C1, C3, b ഈക്വൽ ടു C1, C4, c എന്ന് പറഞ്ഞാൽ C2, C3, d ഈക്വൽ ടു C2, C4 ആണ് നമ്മൾ എന്ത് വന്നത്, ഇതിന്റെ ആർബിട്രറി വാല്യൂസ് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ അതോട് കൂടി നമ്മുടെ സെക്ഷൻ ആര് കഴിഞ്ഞു? ബി കഴിഞ്ഞു. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ സി ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം.